എല്ലാരും പറയുന്ന നേരാ. അയാളുടെ ഉദ്ദേശം ഇത് തന്നെയായിരുന്നു. അല്ലെങ്കിൽ കവലെ കിടന്ന് അങ്ങനെയൊക്കെ വിളിച്ചു കൂവോ, കെട്ടാൻ പോവാന്നൊക്കെ. എന്റെ രണ്ടു മക്കൾക്കും നീ യോഗം കൊടുത്തില്ലല്ലോ ഈശ്വര. എടി, അവൻ നല്ലവനാ. ഞാൻ എവിടെയെങ്കിലും വീണ് ചത്തുപോയ അവനെ കാണൂ നിങ്ങളെ നോക്കാൻ. കള്ളുകുടിയും തല്ലും നിർത്തിയ വല്യമ്പ്യാര് പറഞ്ഞതുപോലെ അവനേക്കാൾ യോഗ്യനായ ഒരുത്തനെ ഇവൾക്ക് വേറെ കിട്ടില്ല. എനിക്ക് അയാള് വേണ്ട. അങ്ങനെ ഒരു ഗതി വന്നാ ഞാൻ ചത്തു കളയുള്ളൂ. എന്നാ പോയി ചത്തോ, അതാ നല്ലത്. എടുത്ത് കുഴിച്ചു മൂടേണ്ട പ്രയാസല്ലേ ഉള്ളൂ. കൂടെ നിന്റെ ചേച്ചിനും കൂടെ കൂട്ടിക്കോ. ചാകുന്നതിന് മുമ്പ് എന്റെ മോള് ഇതും കൂടി കേട്ടോ. ഈ വീടിന്റെ ആധാരം കുറുപ്പിന്റെ പണയപ്പെട്ടിയിലിരിക്കുക. നിന്റെ ചേച്ചിയുടെ കല്യാണം നടത്താൻ വാങ്ങിയ കടം. അയാള് വന്ന് ഇറക്കി വിടാത്തത് വേലായുധനെ പേടിച്ചിട്ടാ. നിങ്ങൾ വിഷമിക്കാതിരിക്കാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോ ആ വിഷമം നോക്കേണ്ട കാര്യമില്ലല്ലോ. ഏതായാലും ചാവാൻ തീരുമാനിച്ചതല്ലേ. പൊയ്ക്കോ, എങ്ങോട്ടാന്ന് വെച്ചാ പൊയ്ക്കോ. ആരും ചോദിക്കാനൊന്നുമില്ല. എന്നാലും ഇങ്ങനെ കണ്ണി ചോരയില്ലാണ്ടാവരുത്. ഇത്രയും കാലം ഇവിടുത്തെ അറിയത്ത് കിടന്നല്ലേ. ഇറങ്ങി പോകുമ്പോ ഒരു വാക്ക് ശാന്തിയോട് നേരത്തെ പറഞ്ഞാലെന്താ? അതിന് പോവാൻ അങ്ങനെ നേരത്തെ തീരുമാനിച്ചതൊന്നുമല്ല. പിന്നെ ഞാൻ എങ്ങനെയാ പറയുന്നത്? ഇപ്പൊ പോവാൻ ഇപ്പൊ തീരുമാനിച്ചേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞില്ലേ. അതെന്താ നീ മനസ്സിലാക്കാത്ത? എനിക്ക് ഈ പുന്നാരൊന്നും കേക്കണ്ട. പൊയ്ക്കോ. പോണ്ടെന്ന് പറയാൻ ഞാൻ അണ്ണന്റെ പെമ്പർന്നൊത്തിയൊന്നും അല്ലല്ലോ. വഴിപഴച്ചു പോയ ഒരു പെണ്ണിനെ സംരക്ഷിക്കുക, അവളെ നേർവഴിക്ക് നടത്തുക, അതൊക്കെ നാട്ടുകാരുടെ കണ്ണിൽ വലിയ തെറ്റാ ശാന്തേ. വേലായുധം വെറും പൊട്ടൻ. അതൊന്നും അന്നേരം അറിയില്ലായിരുന്നു. ഈശ്വര, ഭഗവാനെ രക്ഷിക്കണേ. കണ്ണുള്ള കുഞ്ഞ് ൂരിരു കാട്ടിൽ അക്കരെ കുഞ്ഞുണ്ടോ കണ്ണീർ പുഴവത്തിൽ നിന്നെ തനിച്ചാക്കി പോയതാരാണ്, ദൂരെ പോയതാരാണ്. മിന്നാമിനുങ്ങി മിന്നിത്തിളങ്ങും നക്ഷത്രലോകമില്ലെങ്കിൽ അയ്യോ, നീയോ? നീ എന്തിനാ എവിടെ വന്നിരിക്കുന്നത്? കരയാ കാര്യം പറ. എടി, എന്തിനാ കരയുന്ന? എനിക്ക് പേടിയാ. പേടിയുള്ളവരിങ്ങനെ ഇരുട്ടത്തൊന്നും ഒറ്റയ്ക്ക് ഇരിക്കായ്യ? അതല്ല, എനിക്ക് പേടിയാ. കല്യാണം കഴിക്കണ്ട. കരയണ്ട. നിനക്ക് ഇഷ്ടമല്ലാത്ത കല്യാണം നടത്താൻ ഞാൻ കൂട്ടുവയ്ക്കില്ല. പോരെ? വല്യമ്പേരല്ലേ പറഞ്ഞ? സൗകര്യം പറ, ഞാൻ പറഞ്ഞോളാം വല്യമ്പേരോട്. ഇത് പറ, ഈ രാത്രി ഇങ്ങോട്ട് വരണോ? നേരം വെളുത്തിട്ട് പറഞ്ഞാ പോരെ? അല്ല, അതിന് ഞാനിവിടെ ഉണ്ടാവും നിന്നോട് ആര് പറഞ്ഞു? ആരും പറഞ്ഞില്ല. പിന്നെ ഞാൻ പുഴയെ ചാടി ചാവാൻ വന്നതാ. ചാവാൻ? എന്തിനാ ചാവുന്നേ? വിളിപൊടി പൊട്ടിക്കളി. ചാവാൻ വന്നിരിക്കുന്നു. എന്താ? എനിക്ക് ഇരുട്ട് പേടിയാ. ഇരുട്ട് പേടി, വേലായുധനെ പേടി, ആത്മഹത്യ ചെയ്യാൻ മാത്രം പേടിയില്ല. നടക്ക, ഞാൻ കൊണ്ടാക്കാം. എന്നാ പിന്നെ നിനക്ക് വീടിനടുത്തുള്ള വല്ല മരത്തിലോ കൊമ്പിലോ കെട്ടിത്തൂങ്ങി ചത്താ പോരെ? ഈ പുഴയെ ചാടി ചാവുന്ന വിദ്യ ആര് പറഞ്ഞു തന്നു? ആരും പറഞ്ഞില്ല. ഇത് ഇങ്ങോട്ടെങ്ങനെ തനിയെ വന്നു? പൊട്ടിക്കാളികൾക്കും പേടിത്തൂറികൾക്കും പറഞ്ഞിട്ടുള്ള പണിയല്ല ആത്മഹത്യ. അതിന് ബുദ്ധിയും ധൈര്യമൊക്കെ വേണം. നിനക്കാണെ അത് രണ്ടുമില്ല. ഇപ്പൊ മനസ്സിലായോ? ചെല്ലേ. പേടിക്കണ്ട, നീ ഉമ്മറത്ത് എത്തിയിട്ടേ ഞാൻ പോവും. ചെല്ലേ. പിന്നെ ഇതൊന്നും വേറെ ആരും അറിയണ്ട. നാണക്കേടാ. നിനക്കല്ല, എനിക്ക്. കേട്ടോ? വയ്ക്കോ.
നീ ഇപ്പോ അമ്മതിന്റെ തോണിപ്പുറയിലാ കിടപ്പെന്ന് കേട്ടു. അതെ. പെണ്ണും കെട്ടി അവളെയും കൊണ്ട് അങ്ങോട്ടാണോ പോകാൻ ഉദ്ദേശിക്കുന്നത്? ഒരു വീട് വെക്കണമെങ്കിൽ കാശൊക്കെ കരുതിയിട്ടുണ്ടോ? കാശൊക്കെ ഉണ്ടാക്കാം. ആ, എന്നിട്ട് എവിടെ വീട് വെക്കാൻ പോകുന്നത്? അത് ഈ പറമ്പിൽ പറ്റുമോ? പറ്റുമെങ്കിലേ എത്രയാന്ന് വെച്ചാൽ എടുത്ത് വളച്ചൊരു പേര് കിട്ടി പണി ഗുണിക്കോ. പുതുശ്ശേരി ഉമ്മറത്തിരുന്ന് നോക്കിയാൽ എനിക്ക് കാണാൻ പാകത്തിൽ വേണം നിന്റെ വീട്. വല്യമ്പേര്. എന്താടോ? വല്യമ്പേരെ, ലീലയ്ക്ക് യോഗ്യനായ വേറൊരാളെ കണ്ടുപിടിച്ചാ പോലെ. വല്യമ്പേര് വിചാരിച്ചാൽ നടക്കും. എന്നെ അവൾക്ക് ഇഷ്ടാവില്ല എന്ന് അവള് പറഞ്ഞോ? അത് പറഞ്ഞില്ല. എന്നാലും ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമായിക്കോളും. നീ ഞാൻ പറയും പോലെ കേട്ടാ മതി. മനസ്സിലായോ? ചായ വെള്ളം എന്തേലും വേണ്ട, ഒരു പിന്നമ്പറത്തേക്ക് ചെല്ലേ. എന്താ അവിടെ പറമ്പിലൊരു കൂടിക്കാഴ്ച വേലായുധനുമായിട്ട്? വേലായുധത്തിന് വീട് വെക്കാൻ സ്ഥലം കൊടുക്ക. വാഴത്തോപ്പിൽ എത്ര ജോലിക്കാരുണ്ട് ഗോപി? 17. ആ, നീ എനിക്ക് ഊണ് കഴിച്ചിട്ട് പോ. എന്റെ നെഞ്ചത്ത് ചവിട്ടിയിട്ട് നീ ആ പറമ്പിൽ വീടും കെട്ടി പെണ്ണും പെടക്കോഴിയായിട്ട് താമസിക്കുമല്ലേ? എടോ, നാട്ടുകാരെ പേടിപ്പിക്കുന്ന ഒരു കത്തി തന്റെ കയ്യിലുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. നെഞ്ചത്ത് കുത്തിയാൽ പുറം തുളച്ചു വരുന്ന ജാതി ഒരു കത്തി. എനിക്കതൊന്ന് കാണണം. ഇതാണോ? എടോ, ഇത് അടയ്ക്ക ചുരുണ്ടാൻ പോലും ഇല്ലല്ലോ. പൂജിച്ച ചേർണ്ട്. നിന്റെ കൈ തരിക്കാതിരിക്കാന് നീ ആരെയും തല്ലില്ല, കുടിക്കില്ല എന്ന് സുബ്രഹ്മണ്യൻ സാക്ഷിയായി ലീലയ്ക്ക് വാക്ക് കൊടുക്കുക. ഇങ്ങടുത്ത് വാ മോളെ. ആരാരുടെ കൂടെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ല, ദൈവമാണ്. ഇവന് നല്ല ബുദ്ധി കൊടുക്കാൻ പ്രാർത്ഥിക്കുക. ഇതവന്റെ കയ്യിൽ കെട്ടിക്കൊടുക്കുക. ആ കൈ നീട്ടിക്കൊടുക്കടോ. വേലായുധന് അച്ഛനും അമ്മയൊന്നുമില്ല. വേലായുധന്റെ വാക്ക് വേലായുധന്റെ ദൈവ. തെറ്റി നടക്കില്ല. കെട്ടിക്കോ. ഇപ്പൊ തൊട്ട് വേലായുധന് വ്രതം. വല്യമ്പ്യാർക്ക് വേലായുധം കൊടുക്കുന്ന വാക്ക് കുടിക്കില്ല, ആരെയും തല്ലില്ല. ഈ വ്രതം തെറ്റേണ്ടി വന്നാൽ, ആരെയെങ്കിലും ഇനി തല്ലേണ്ടി വന്നാൽ, പിന്നെ വേലായുധം നിങ്ങളുടെ ആരുടെ മുന്നിൽ വരില്ല. ഈ മുള്ളംകൊല്ലി വിട്ട് എങ്ങോട്ടെങ്കിലും പോകും. കുട്ടിക്കാലത്തൊരു മുട്ടായിക്ക് പോലും മോഹിച്ചിട്ടില്ല. കിട്ടില്ല. കിട്ടാതാവുമ്പോ സങ്കടാവും. ഊരും പേരും അറിയാത്ത അനാഥ ചെക്കന് മുട്ടായി കൊതി പോലൊരു മോഹം. അതായിരുന്നു ജാനകി. ജാനകിയെ കല്യാണം കഴിക്കുന്നതൊന്നും ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഒരിക്കൽ അവൾ കൈ നീട്ടി തന്നപ്പോ ആ കയ്യിലൊരു മുത്തം കൊടുത്തു. അതിന് കിട്ടിയ ശിക്ഷ അന്ന് ആരൊക്കെയോ മുജ്ജന്മത്തിലെ പക തീർക്കും പോലെ തല്ലി. വല്യമ്പ്യാരുടെ മുന്നിൽ ചെല്ലാൻ പേടിച്ച് അമ്പലത്തിലെ ആൽത്തറയിൽ കിടന്ന് പനിച്ചു വിറച്ചു. അന്ന് എന്റെ നെറ്റിയിൽ ഉപ്പുതുണി നനച്ചിട്ട് എന്നെ മടിയിൽ കിടത്തി എന്റെ മുടിയിൽ തലോടി ഉറക്കി ആ കേളപ്പേട്ടൻ. കേളപ്പേട്ടന് ഞാൻ കാരണം ഇപ്പൊ ഉണ്ടായ സങ്കടം. ജീവൻ കൊടുത്തു അത് തീർക്കേണ്ടവനാ വേലായുധൻ. അതിന് ലീലയെ കിട്ടുന്നതാ പരിഹാരമെങ്കിൽ അങ്ങനെ. അത്രേ ഞാനിപ്പോ ചിന്തിക്കുന്നുള്ളൂ.
ബലൈതാ മോനെ ബലൈതാ വാ എളി പറച്ചറപ്പേ ആരാ അത് ചെയ്തത് ഇവിടെ ആരും കാണുന്നില്ലല്ലോ വല്യമ്മേരെ വല്യമ്മേരെ എന്താ മതേ കടവത്തേക്കൊന്ന് വന്നു നോക്കി ബലായുധനെ കൊണ്ട് ആരും തല്ലൂലാന്ന് സത്യം ചെയ്യിച്ചത് നിങ്ങളല്ലേ ഇന്നലെ രാത്രി ഉറങ്ങിക്കെടുക്കുന്ന ഓനെ ആരൊക്കെ 4 മക്കളൊന്ന് തല്ലി കോല കേട്ടിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞിട്ട് അവൻ തിരിച്ചടിച്ചില്ല വെറും സാധുവാ വല്യമ്പേരെ പൊട്ടനാ നേരും നെറിയും കെട്ട നാടാ ഇങ്ങനത്തെ വലിയ സത്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യിക്കല്ലേ ആരാണത് ചെയ്തത് ഏതോ ഊച്ചാലികള് ബലായുധനൊന്ന് നേരെ നോക്കിയാൽ നിന്ന് മുമ്പിൽ തൂറിപ്പോണ ഊച്ചാലികളെങ്ങനെ പിന്നൊന്ന് കുത്തോളൂ കിടന്നോ പതുക്കെ കൂടിക്കാണ്ട് പോയി ബാഹരെ കുറച്ച് കാറ്റും വെളുത്തും വന്നോട്ടെ കാഴ്ച കാണാൻ വന്നിട്ടുള്ളത് അവര് ശരിക്കൊന്ന് കണ്ടോട്ടാവുമ്പതൊക്ക എല്ലാവരുടെയും കുറെ കാലമായിട്ടുള്ള ആഗ്രഹമല്ലേ വേലായുധൻ ഇങ്ങനെ കിടന്ന് കാണാൻ. വല്യമ്പേര് അങ്ങനെ കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല. കാലിനും കൈക്കും ചെറിയതായിട്ടൊരു വേദന. എല്ലിന് പൊട്ടുണ്ടല്ലോ. അമ്മതേ വൈദ്യനെ വിളിക്കാൻ ആള് പോയോ? കേളപ്പാട്ടും പോയിട്ടുണ്ട്. നന്നായി ഒന്ന് എണ്ണയിട്ട് തിരുമി ആ പുഴയിലോട്ട് ഇറങ്ങിയ എല്ലാം മാറിക്കോളും. അത്രയ്ക്കൊക്കെ ഉള്ളൂ. എന്താ മെമ്പറെ സുഹൃത്തന്നല്ലേ? ആ പല്ല് വന്നോ? ഈ ഇതെപ്പോഴാ സ്ഥലത്തെത്തിയത്? ഇന്നലെ രാത്രി. അപ്പൊ പണിയൊപ്പിച്ച നീ ആയിരുന്നല്ലേ? ഞാനൊന്നും അറിഞ്ഞില്ല. ചെറിയ അമ്പിയാരില്ലേ? തോക്കുമായിട്ട് വെടിവെക്കാൻ ഇറങ്ങുമ്പോ നോക്കിയും കണ്ടുമൊക്കെ വേണേ നമ്പ്യാരെ. മെമ്പർ പറഞ്ഞില്ല എന്ന് വേണ്ട. ഞാൻ പോയി കണ്ടു. ഇനി അവൻ നേരെ നിൽക്കണമെങ്കിൽ കുറച്ചു കാലം പിടിക്കും. മനസമാധാനമായിട്ട് കിട്ടാക്കുറ്റി കടങ്ങളൊക്കെ പിരിക്കാം. ചെറിയ നമ്പ്യാരെ കുറച്ച് കാശും കൂടെ തരികയാണെങ്കിൽ ചിട്ടി കമ്പനി ഒന്നുകൂടെ ഒന്ന് ഉഷാറാക്കുകയും ചെയ്യാം. എന്നാലും രാത്രി ഉറക്കത്തിൽ ചെന്നടിച്ചതാ ഒരു ചെറിയ പോരായി. പകല് നേരെ നിന്നതുപോലെ ചാമ്പിയിരുന്നേ 8 10 പേരായിരുന്നാലും കുഴപ്പമില്ല, ഒരു വെയിറ്റ് ഉണ്ടായേനെ. ഇതിപ്പോ നാട്ടുകാര് കുറച്ചു പേർക്കെങ്കിലും അവനോടൊരു സിമ്പതി കുടുങ്ങിപ്പോയി.